ഏതൊരാളുടെയും ജീവിതത്തിൽ രണ്ട് ഹൃദയമിടിപ്പുകൾ ഒരുമിച്ച് കേൾക്കുന്ന ഒരു സമയമുണ്ട്. ഒന്ന് അമ്മയുടെയും, രണ്ട് ഗർഭപാത്രത്തിൽ ഉരുവായ ആ കുഞ്ഞു ജീവൻ്റെയും. ഇവിടെ നിന്നാണ് ഒരു ജീവിതം ആരംഭിക്കുന്നത്. ഒരു ജീവനും. ഈ കുഞ്ഞ് ഇതുവരെ ജനിച്ചിട്ടില്ല. അവൻ്റെ ജനന തീയതി പോലും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. അവൻ്റെ പേരോ അവൻ്റെ മാതാപിതാക്കളെയോ പോലും അവൻ അറിയില്ല. ആ അവസ്ഥയിൽ പോലും കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ സംവിധാനം അവന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. ഒരമ്മയുടെ സ്നേഹം, ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ പ്രാർത്ഥന, ഒപ്പം കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ സംവിധാനത്തിൻ്റെ ഒരു പുതിയ ഉത്തരവാദിത്വവുമായാണ് ഈ കുഞ്ഞ് ഭൂമിയിലേക്ക് ജനിക്കുന്നത്. ഗർഭകാല പരിശോധനകൾ, പോഷകാഹാരത്തിനുള്ള പിന്തുണ, സുഖകരമായ പ്രസവത്തിന് വേണ്ടിയുള്ള സംവിധാനങ്ങളുടെ ഒരുക്കം, അങ്ങനെ ധാരാളം കടമ്പകൾ കടന്നാണ് ഈ കുഞ്ഞ് ഭൂമിയിലേക്ക് വരുന്നത്. അതിന് ഈ അമ്മയെ പ്രാപ്തയാക്കുന്നതോ നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനവും. ഒരു കുഞ്ഞിൻ്റെ ആദ്യത്തെ കരച്ചിൽ അത് കുടുംബത്തിൻ്റെ സന്തോഷമാണ്, സമൂഹത്തിന് പുതിയൊരു വ്യക്തിയെ കിട്ടിയതിൻ്റെ സന്തോഷമാണ്. എന്നാലോ നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തിന് അത് ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ്. ഭാരിച്ചതെങ്കിലും വളരെ സന്തോഷത്തോടെ നമ്മൾ പൂർത്തീകരിക്കുന്ന വലിയൊരു ദൗത്യവുമാണ്. ആദ്യ ശ്വാസം, ജീവിതം ഇപ്പോഴാണ് തുടങ്ങുന്നത്. ആ ജീവൻ്റെ ഭൂമിയിലെ ആദ്യത്തെ ശ്വാസവും ഇപ്പോഴാണ് ആരംഭിക്കുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിന് ആദ്യം ലഭിക്കുന്നത് അമ്മയുടെ സ്നേഹം മാത്രമല്ല, ഒപ്പം നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൻ്റെ ഒരു സുരക്ഷാ കവചം കൂടിയാണ്. ആദ്യമായി ലഭിക്കുന്ന പ്രതിരോധ കവചം നമ്മളുടെ പൊതുജനാരോഗ്യ സംവിധാനത്തിൻ്റെയാണ്. വാക്സിനുകൾ, മാൻഡേറ്ററി ഹെൽത്ത് ചെക്കപ്സ്, അതിനുശേഷമുള്ള വളർച്ചയുടെ നിരീക്ഷണം എന്നിങ്ങനെ ധാരാളം പ്രക്രിയകളിലൂടെയാണ് ഈ കുഞ്ഞിൻ്റെ വളർച്ച നമ്മളുടെ ആരോഗ്യ സംവിധാനം നിലനിർത്തി പോകുന്നത്. എന്നാൽ എല്ലാ കുഞ്ഞുങ്ങളും ഒരേ ആരോഗ്യസ്ഥിതിയോടെ അല്ല ജനിക്കുന്നത്. ചിലർ ജന്മന ഹൃദയവൈകല്യത്തോടെയാവും ജനിക്കുക. മാതാപിതാക്കൾക്കും കുടുംബത്തിനും ആ വാർത്ത തന്നെ ഒരു ഷോക്കിംഗ് ന്യൂസാണ്. കാരണം അതുമൂലമുണ്ടാകുന്ന ഭാരിച്ച ചിലവും മാനസിക വ്യഥകളും ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. അവിടെയാണ് നമ്മുടെ ഹൃദ്യം പദ്ധതി പ്രതീക്ഷയുടെ മറ്റൊരു പേരാകുന്നത്. ജന്മനാ ഹൃദ്രോഗമുള്ള 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പരിചരണം നൽകുന്ന പദ്ധതിയാണിത്. ചില കുട്ടികൾക്ക് ഹൃദ്രോഗമല്ല, ഗുരുതരമായ മറ്റസുഖങ്ങളാണ് വരിക. അവർക്കുള്ള ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് ആരോഗ്യ കിരണം. 18 വയസ്സിൽ താഴെയുള്ള ഗുരുതര രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്കായുള്ള കേരള സർക്കാരിൻ്റെ ആരോഗ്യ പരിപാലന പദ്ധതിയാണത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം ഒരാളുടെയും ഒരു കുഞ്ഞിൻ്റെയും ചികിത്സാ പരിപാടികൾ മുടങ്ങാൻ പാടില്ല. അവരുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടണം. അതിനുവേണ്ടി നാം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പരിപാടിയാണ് താലോലം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് മികച്ച ചികിത്സാ സഹായം ഇതുമൂലം ഉറപ്പാക്കപ്പെടുന്നു. വളരുന്ന ബാല്യം, ജീവിതം നിൽക്കാറില്ല, സമയം മുന്നോട്ട് പോകുന്നു. അതിനോടൊപ്പം കുട്ടിയുടെ ആരോഗ്യ രീതികളും അതിനെ പരിപാലിക്കേണ്ട രീതികളും മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കുട്ടിയുടെ ആരോഗ്യമെന്നാൽ രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല, അവൻ സ്കൂളിലെത്തിയതിനു ശേഷം അവനുണ്ടാവുന്ന കൃത്യമായ പോഷകാഹാരത്തിൻ്റെ ലഭ്യത, വിവിധ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ്, ഒപ്പം വിവിധ ആരോഗ്യ പദ്ധതികളെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചുമുള്ള പരിശീലന പരിപാടികൾ, ബോധവൽക്കരണ ക്ലാസുകൾ, പോഷകാഹാരത്തിൻ്റെ ലഭ്യത ഉറപ്പാക്കാനുള്ള പരിപാടികൾ എന്നിങ്ങനെ ധാരാളം പരിപാടികളാണ് കുഞ്ഞിൻ്റെ കൃത്യമായ വളർച്ചയ്ക്ക് വേണ്ടി, ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് വേണ്ടി നമ്മളുടെ പൊതു ആരോഗ്യ സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ലൈഫ് ഈസ് സംടൈംസ് അൺപ്രഡിക്റ്റബിൾ. ജീവിതത്തെ എല്ലാ സമയത്തും നമുക്ക് പ്രവചിക്കാനാവില്ല. ജീവിതം മുന്നോട്ട് പോകുന്നു, സമയവും. എന്നാലോ ജീവിതത്തെ നമുക്ക് ഒരിക്കലും പ്രവചിക്കാനാവില്ല. ഒരു ചെറിയ പരിശോധനാ ഫലം വന്നാൽ മതി പലപ്പോഴും പലരുടെയും ജീവിതങ്ങൾ തകിടം മറിയാൻ. ഒരൊറ്റ വാക്ക് ക്യാൻസറാണ്. ആ ഒരൊറ്റ വാക്കിൽ ആ കുടുംബത്തിൻ്റെ സകല പ്രതീക്ഷകളും ഒരുപക്ഷെ അസ്തമിച്ചു പോയേക്കാം. കാരണങ്ങളുണ്ട്. കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി, അമിതമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അതുമൂലമുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതകൾ, ഇതെല്ലാം ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വേദന ഉളവാക്കുന്നതാണ്. എന്നാൽ ഇവിടെയും നമ്മളുടെ ആരോഗ്യ സംവിധാനം നമ്മളുടെ സഹായത്തിനെത്തുന്നു. ഈ പ്രതീക്ഷയറ്റ് ജീവിക്കുന്നവരുടെ ഇടയിലേക്കാണ് കാരുണ്യ ബെലവനറ്റ് ഫണ്ട് ഒരു പ്രതീക്ഷയുടെ തിരുനാളമായി എത്തുന്നത്. ഗുരുതര രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടി നൽകുന്ന സാമ്പത്തിക സഹായത്തിനായിട്ടുള്ള പദ്ധതിയാണിത്. നേത്ര ചികിത്സയ്ക്കും ചിലർക്ക് അവയവമാറ്റം പോലും വേണ്ടി വന്നേക്കാം. അവർക്കായുള്ള പദ്ധതിയാണ് സുകൃതം. കാഴ്ച നഷ്ടപ്പെടാതിരിക്കാൻ മിഴി പോലെയുള്ള പദ്ധതികളും നമ്മളുടെ ആരോഗ്യ സംവിധാനത്തിലുണ്ട്. ആശുപത്രികളും മാറി. ഒരു കാലത്ത് ആശുപത്രികൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിലേക്ക് ഓടിയെത്തുക വൃത്തിഹീനമായ അന്തരീക്ഷവും നീണ്ട ക്യൂവും മരുന്നുകളുടെ അഭാവവും എല്ലാമുള്ള ഒരു വല്ലാത്ത സാഹചര്യമായിരുന്നു.
എന്നാൽ ഇന്ന് കഥ മാറി. ആശുപത്രികൾ ഹൈടെക്കായി, സംവിധാനങ്ങൾ ഏറ്റവും മികച്ചതായി. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഡോക്ടർമാർ രോഗികൾക്കും കൂടെയുള്ളവർക്കും മികച്ച പരിചരണം നൽകുന്നു. ഇന്ന് കാലം മാറി, ആരോഗ്യരംഗവും മാറി. ആർദ്ര മെഷീനിലൂടെ കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ ആധുനിക കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റിയ മികച്ച പദ്ധതികളിൽ ഒന്നാണിത്. ഇപ്പോൾ വളരെ ചെറിയ അസുഖങ്ങൾ മുതൽ ജീവിതശൈലി രോഗങ്ങൾക്ക് വരെയുള്ള ചികിത്സ ഇവിടെ ലഭ്യമാണ്. അതോടൊപ്പം ആരോഗ്യ മേഖലയുടെ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിൻ്റെ വിവിധ സേവനങ്ങൾ ജനങ്ങളോട് കൂടുതൽ അടുത്തെത്താനും ഈ പദ്ധതി മൂലം സാധിച്ചു. കാലം മുന്നോട്ട് പോകുന്നു. ഇന്നലെ ഓടിക്കളിച്ച് നടന്ന ആ കുട്ടി ഇന്നൊരു വയോധികനാണ്. ആരോഗ്യത്തിൻ്റെ സ്ഥിതി മാറി, മരുന്നുകളുടെ ആവശ്യകതയേറി, പലപ്പോഴും ആശുപത്രികളിൽ എത്താൻ പോലും വയ്യാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തി. ഈ സാഹചര്യത്തിലാണ് വയോമിത്രം പദ്ധതി ഇവരുടെ സഹായകനാകുന്നത്. 65 വയസ്സിന് മുകളിലുള്ളവർക്ക് ആരോഗ്യ സേവനങ്ങളും ഒപ്പം ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെടുത്താനുള്ള സഹായം നൽകുന്ന പദ്ധതിയാണ് വയോമിത്രം. ഇവരുടെ തന്നെ ജീവിതത്തിൽ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു കാരണവശാൽ കിടപ്പ് രോഗിയായി മാറിയാൽ രോഗിക്ക് മാത്രമല്ല, രോഗിയെ പരിചരിക്കുന്നവർക്കും വേണം എന്തെങ്കിലും ഒരു സഹായം, ഒരു കൈത്താൻ. അവർക്ക് ആശ്വാസമാകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. ഇത് കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ്. ഇതോടൊപ്പം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് മെഡിസെപ്പ്, ജീവിതമെന്ന ആരോഗ്യയാത്ര. ജീവിതം ഒരു ഹൃദയമിടിപ്പിൽ നിന്ന് തുടങ്ങുന്ന ജീവിതം, പിന്നെ ജനനം, ബാല്യം, കൗമാരം, യൗവനം, പ്രതിസന്ധികൾ, കാലം തളർത്തുന്ന വാർദ്ധക്യം. ഓരോ കാലഘട്ടത്തിലും ആരോഗ്യത്തിൻ്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും ആവശ്യങ്ങൾ മാറി മാറി വരും. നമ്മളുടെ ആരോഗ്യസ്ഥിതി മാറുന്നതിനനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന സേവനങ്ങളുടെ തോതും തീവ്രതയും മാറി മാറി വരും. എന്നാൽ ഇതെല്ലാം മാറി മറിയുമ്പോഴും നമ്മളുടെ ജീവിതത്തിൽ മാറാതെ നിൽക്കുന്ന ഒന്നുണ്ട്. ഉത്തരവാദിത്വത്തോടെ പ്രവർത്തനക്ഷമമായി നിൽക്കുന്ന ഒരു ആരോഗ്യ സംവിധാനത്തിൻ്റെ തുടർച്ചയായ സാന്നിധ്യം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത PSC പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കപ്പെടുന്ന ആരോഗ്യ പദ്ധതികളെക്കുറിച്ച് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. ഹൃദ്യം, ജന്മന ഹൃദ്രോഗമുള്ള കുട്ടികൾക്കായുള്ള പദ്ധതിയാണ്. ആരോഗ്യകിരണം 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ഗുരുതര രോഗങ്ങൾക്കുള്ള പദ്ധതിയാണ്. താലോലം, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ സഹായിക്കുമ്പോൾ കാരുണ്യ ബെനവലന്റ് ഫണ്ട് ഗുരുതര രോഗങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ്. സുഹൃതം, അവയവമാറ്റ ശസ്ത്രക്രിയ സഹായം നൽകുമ്പോൾ മിഴി നേത്ര ചികിത്സാ സഹായമാണ് നൽകുന്നത്. ആർദ്രം പദ്ധതി കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പരിഷ്കാരത്തിനായാണ് നമ്മൾ നടപ്പാക്കുന്നത്. വയോമിത്രം 65 വയസ്സിന് മുകളിലുള്ളവരുടെ പരിചരണത്തിനായി ഉപയോഗിക്കുമ്പോൾ ആശ്വാസകിരണം കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്കുള്ള സഹായ പദ്ധതിയാണ്. മെഡിസെപ്പ് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. ഒരു ഹൃദയമിടിപ്പിൽ ജീവിതം ആരംഭിക്കുന്നു. ആ ആദ്യ ഹൃദയമിടിപ്പ് മുതൽ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ആരോഗ്യം ഒരു അവകാശമായി ഉറപ്പാക്കാൻ ഒരു സമൂഹം കൈകോർക്കുമ്പോൾ അവിടെയാണ് യഥാർത്ഥ വികസനം ആരംഭിക്കുന്നത്. കേരളത്തിൻ്റെ ആരോഗ്യയാത്ര ഒരു പദ്ധതിയുടെ കഥയല്ല, ഒരാശുപത്രിയുടെ കഥയുമല്ല, ഒരു സർക്കാരിൻ്റെ മാത്രം കഥയുമല്ല. നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഒരു സബരിയുടെ കഥയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മുഴുവൻ ചേർത്ത് നിർത്തുന്ന പരിചരണത്തിൻ്റെ കഥയാണ്. ആരോഗ്യം ഒരു സേവനമല്ല, ഒരു സമൂഹത്തിനായുള്ള വാഗ്ദാനമാണ്.